വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അനൂപാണെങ്കിൽ നൂർജഹാനെയും കൊണ്ട് അവിടെ നിന്ന് പോയതിന് ശേഷമാണ് ഹമീദും അബൂബക്കറും ഒക്കെ അവിടേക്ക് ചെല്ലുന്നത്. അന്നേരം ഗോപാലകൃഷ്ണനും കാണുന്നത്. ഹമീദ് പറയുന്നുണ്ട്, ഇറക്കി വിടടോ അവരെ എന്നിങ്ങനെ ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട്. അന്നേരം തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അനൂപ് എന്നോടൊപ്പം പോയി എന്നുള്ളത്. അതനുസരിച്ച് ഹമീദാണെങ്കിൽ ലോക്കൽ സ്റ്റേഷനിൽ വരെ അറിയിക്കുന്നുണ്ട്. അവിടുത്തെ ESIയും പോലീസുകാരും കൂടി ഈ വണ്ടിയുടെ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഈ വണ്ടി ചേസ് ചെയ്ത് പിടിക്കുകയാണ്. അന്നേരം ഒരു സ്ഥലത്ത് വെച്ച് ഓവർടേക്ക് ചെയ്ത് കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തുന്നുണ്ട്. അന്നേരം സഡൻ ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി നിർത്തുകയാണ്. സംഭവം നോക്കുമ്പോൾ പോലീസുകാരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം പോലീസുകാരെയൊക്കെ മണ്ടന്മാരാക്കിയിട്ട് ഇവളെയും കൊണ്ടങ്ങ് കടന്നു കളയാമെന്ന് കരുതിയോന്നിങ്ങനെ SI ചോദിക്കുകയാണ്. അന്നേരം അനൂപും നൂറും ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുക, വണ്ടിക്കകത്തിരിക്കുകയാണ്. തുടർന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട്. ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ നൂറിനെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം തന്നെയാണ്. വനിതാ പോലീസൊന്നുമില്ല, ആ ഒരു കോൺസ്റ്റബിൾ തന്നെ നൂറിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് ജീപ്പിനകത്ത് കയറാനായിട്ട്. പക്ഷേ ഈ അനൂപിനൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു അബൂബക്കർ അല്ല നൂറിനെ കൊണ്ടുപോകാനായിട്ട് പിടിക്കുന്നത്, ഒരു കോൺസ്റ്റബിളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോടൊപ്പം വണ്ടിയിലെത്തുന്നുണ്ട്. അന്നേരം കളക്ടറെ കാണുമ്പോൾ ഈ കോൺസ്റ്റബിളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ നൂറിൻ്റെ കയ്യിൽ നിന്ന് കൈ എടുക്കുന്നില്ല. അന്നേരം കയ്യാങ്കളി വേണ്ട, അതും സ്ത്രീയോട് കൈ എടുക്കടോ അവളുടെ ദേഹത്ത് നിന്നും എന്നിങ്ങനെ ശാലിനി ദേഷ്യത്തോടെ പറയുമ്പോൾ പെട്ടെന്ന് കോൺസ്റ്റബിളിൻ്റെ കൈ അങ്ങോട്ട് വിടുകയാണ്. അന്നേരം അത്രയും നേരം ആ ഒരു വിഷമിച്ച് നിന്ന നൂറിനും അനൂപിനും ഒരു ആശ്വാസമാകുന്നുണ്ട് ശാലിനിയെയും വിഷ്ണുവിനെയും കാണുമ്പോൾ. ഇത്രയുമാണ് ഈ പ്രൊമോ സീനിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ അനൂപിനോടൊപ്പം തന്നെ നൂർജഹാൻ പോകുമായിരിക്കും, അല്ലാതെ പോലീസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലല്ലോ. ഒരു നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവായ സ്ഥിതിക്ക് അനൂപിനോടൊപ്പം പോവുകയും ചെയ്യാം. പക്ഷേ പിന്നീട് ബാക്കി നാസീറിൻ്റെ കേസാണ് പിന്നെ വരുന്നത്. അതിന് ശാലിനി ഇടപെട്ട് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് വരുമായിരിക്കും. അവസാനം വിഷ്ണു പറഞ്ഞതുപോലെ കുടുംബശ്രീ വീട്ടിലേക്ക് തന്നെ അത് ചെന്നെത്തും. പിന്നെ ഗോപാലകൃഷ്ണനും ശാരദാമ്മയിൽ നിന്ന് തന്നെ ആ ഒരു സത്യങ്ങളൊക്കെ വെളിയിൽ വരുമായിരിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു ജോൺ അബ്രഹാം ആണെങ്കിൽ സത്യഭാമയെ കണ്ടിനി എന്ത് പണിയാണ് ശാലിനിക്ക് വേണ്ടി കൊടുക്കാനിരിക്കുന്നത് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക്